ഇലക്ട്രൽ ബോണ്ട് അസാധുവാക്കുമ്പോൾ ഏറ്റവും വലിയ തിരിച്ചടി ബി.ജെ.പിക്ക് തന്നെയാണെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾക്കും തിരിച്ചടി തന്നെയാണ് നേരിടുന്നത്. 5000 കോടിയിലധികം രൂപയാണ് ബി.ജെ.പി നേടിയതെങ്കിലും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും സമാന രീതിയിൽ പണം നേടിയിട്ടുണ്ട്. 2022-23 സാമ്പത്തിക വർഷത്തിൽ 121 കോടി രൂപയാണ് കോൺഗ്രസിന് സംഭാവന ലഭിച്ചത്. 21-22 ഇലക്ട്രൽ ബോണ്ടുകളിൽ നിന്ന് 236 കോടിയായിരുന്നു കോൺഗ്രസ് നേടിയത്. 2019-20 കാലയളവിൽ 317 കോടിയും 18-19 കാലയളവിൽ 383 കോടിയും കോൺഗ്രസിന് സംഭാവന ലഭിച്ചിരുന്നു. തൃണമൂൽ കോൺഗ്രസിന് 22-23 സാമ്പത്തിക വർഷത്തിൽ ലഭിച്ചത് 325 കോടിയുടെ സംഭാവനയാണ്. 21-22 കാലയളവിൽ 528 കോടിയായിരുന്നു സംഭാവന. അഖിലേഷ് യാദവിന്റെ നേതൃത്വത്തിലുള്ള സമാജ്വാദി പാർട്ടി 2021-22 ഇലക്ട്രൽ ബോണ്ടുകൾ വഴി നേടിയത് 3.2 കോടി രൂപയാണ്. ഇങ്ങനെ എല്ലാ പാർട്ടികളും ബോണ്ട് വഴി രഹസ്യ സ്വഭാവത്തിലുള്ള സംഭാവന സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികളും CPIM ഇലക്ട്രൽ ബോണ്ടിനെതിരെ നിയമപോരാട്ടം നടത്തിയപ്പോൾ കോടതിയിൽ നിയമപോരാട്ടത്തിന് തയ്യാറാകാതിരുന്നത്. കൈരളി ന്യൂസ്, ദില്ലി.